കൗമാരകാലത്തെ ജീവിത പ്രയാസങ്ങളെ അതിജീവിച്ചാണ് ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ നന്ദന അശോക് രാജ്കുമാർ നൃത്തം നടത്തിയത്. സഹോദരി മോനിഷയുടെ ആദ്യകാല പരിശീലനവും നന്ദനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇടുക്കിയിലെ താരമായ നന്ദന അശോക് രാജും ചേച്ചി മോനിഷയുമാണ്. പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഈ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധം? നന്ദനയെ ചെറുപ്പത്തിൽ നൃത്തം അഭ്യസിപ്പിച്ച് താരമാക്കിയത് ചേച്ചി മോനിഷയാണ്. അങ്ങനെ ഇടുക്കിയിലെ ചെറുവണ്ണാർ സ്കൂളിൽ നിന്നും +2 അല്ലയോ? +1 കുച്ചിപ്പുടിയിൽ അലമേലു മങ്ക എന്ന പ്രമേയം അവതരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വേദി വിട്ടിട്ടുള്ളത്. അമ്മ ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം അമ്മ എവിടുന്നാണ് വരുന്നത്? എന്താണ് മോളെ? ഞങ്ങൾ ഇടുക്കി ജില്ല ഉടുമ്പൻചോല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. മോള് പഠിക്കുന്നത് കട്ടപ്പന ചിദംബരം സ്കൂളിൽ ഡോക്ടർ കുമാർ മാഷാണ് പഠിപ്പിക്കുന്നത്. ഞാൻ വൈകുന്നേരം എനിക്ക് ഹോട്ടലിൽ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഞാൻ വൈകുന്നേരം ഒരു 8 മണി ആകുമ്പോഴത്തേനും വീട്ടിൽ വരും. അവിടുന്ന് ഇപ്പോൾ ഈ കലോത്സവം നടക്കുന്നത് കൊണ്ട് മോളെയും കൊണ്ട് ഞാൻ ഡെയിലി എന്നും വൈകുന്നേരം തന്നെ ക്ലാസ്സുകളുണ്ടായിരുന്നു. ഈ ഇടുക്കി മലയോര ജില്ലയൊക്കെ ആകുമ്പോൾ വാഹന സൗകര്യങ്ങളൊക്കെ വളരെ ബസ്സിന് പോകും, അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് വരും, അല്ലെങ്കിൽ ചെറിയൊരു കാറുണ്ട്. ആ കാറിൽ ഞങ്ങൾ പോയിട്ട് വരും. എന്നും കാറ് കിട്ടത്തില്ല, ഓട്ടോയ്ക്കായിരിക്കും മിക്ക ദിവസങ്ങളിലും വരുന്നത്. അതുകൊണ്ട് പിന്നെ 1 മണിയാകും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. ഫുഡ് കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ കയറി കിടക്കും. വീണ്ടും രാവിലെ ഞാൻ ഹോട്ടലിലേക്ക് പോകുന്നു, മോള് സ്കൂളിൽ പോകുന്നു, അല്ല +1 പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം വരുന്നു, വീണ്ടും മോളെയും കൊണ്ട് പോകുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട അമ്മയും ചേച്ചി മോനിഷയുമാണ്. മാറി മാറി. പ്രത്യേകിച്ച് അളകനന്ദയുടെ ആദ്യത്തെ ശിഷ്യ കൂടിയാണ് ചേച്ചി. ആദ്യത്തെ ശിഷ്യയാണ് ഞാൻ. ഇവളെ ആദ്യം തൊട്ട് ഞാൻ പോക്കായിരുന്നു ഇവളൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം മത്സരത്തിന് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ CBSE ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പ്രൈസൊക്കെ വന്നിട്ടുണ്ട്, തേർഡൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് കളിക്കുന്നവർ തോന്നി. അപ്പോൾ എനിക്ക് കളിക്കും മാഷിൻ്റെ അടുത്ത് അങ്ങനെ പ്രോപ്പറായിട്ട് പോയി പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം പൈസ ഇല്ലായിരുന്നു. അപ്പം മോളെ പഠിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ കല്ല് ചുമന്നും മണ്ണ് ചുമന്നുമാണ് എൻ്റെ മക്കളെ വളർത്തിയത് ഇത്രത്തോളം. അത് കഴിഞ്ഞാണ് ഇപ്പോഴേ ഹോട്ടലിൻ്റെ പരിപാടിയായിട്ട് മാറിയത്. അതുകൊണ്ട് മോളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല, ഇവളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ഇത്രയധികം സ്റ്റേജിൽ കയറി കളിക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകും മോള് കളിക്കുന്ന കാണുമ്പോഴേത്തിനും. ഇനി എനിക്ക് ഇവളെ കഥകളി പഠിപ്പിക്കണമെന്നാണ് ഇവള് പറയുന്നത്. എനിക്ക് അതിനുള്ള വരുമാന മാർഗം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ജീവിത പ്രാരാബ്ധങ്ങളുടെ പടവെട്ടിയാണ് ചേച്ചിയും അമ്മയും കൂടി അളകനന്ദയെ ഇടുക്കിയുടെ താരമായി നന്ദനയെ ഇടുക്കിയുടെ താരമായി ഇവിടെ കുച്ചിപ്പുടിയിൽ അലമേലു മങ്ക എന്ന അതിമനോഹരമായ നൃത്തച്ചുവടുകൾ കാണികൾക്കും ജഡ്ജസിനും മുമ്പിൽ അവതരിപ്പിച്ച് വേദി വിട്ടിറങ്ങിയത്. തീർച്ചയായും A ഗ്രേഡ് നേടി അമ്മയുടെ ഉന്നത വിജയങ്ങളിലേക്ക് നൃത്തത്തിലൂടെ ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മാറാൻ വേണ്ടി ആശംസിക്കുന്നു. 1-ാം നമ്പർ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.